ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുദീനെ എല്ലാവരും കൂടെ എടുത്തിട്ട് വഹിച്ച് വേറെ ഇപ്പോൾ അവർക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരുമില്ല. എന്നിട്ടും അവർ ആദരാഞ്ജലികളൊക്കെ നേർന്ന് കുറേ പേര് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഇവരും ചെയ്യുന്നുണ്ട്. ഒക്കെ അതൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ MD-മാരോടും പോലീസുകാരോടും പറയട്ടെ, വലിയ ടോറസ് ലോറികളൊക്കെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് ഇവരുടെ പേരിലൊക്കെ പിരിവ് നടത്തി കഴിഞ്ഞാൽ ശുദ്ധ തന്തകാലാഴി തന്നെ എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യം, ഇവരുടെ അസുഖം പോലും മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ കോമാളി പോലെ നിന്നിട്ട് എല്ലാ എണ്ണം കൂടെ എടുത്തിട്ട് വഹിച്ച് എല്ലാം ചെയ്തത്. എന്നിട്ടും എന്തുവാ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പോലും ഇവരുടെ അസുഖങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് അസുഖം എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടാൽ കഷ്ടം തോന്നും. ഒരുമാതിരി കോലം കെട്ട് മുടിയൊക്കെ ഒരുമാതിരി വല്ലാതായി. നിങ്ങൾ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ ഇല്ല ചേച്ചി, പ്രാർത്ഥിക്കും, നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കും. ആദരാഞ്ജലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിനൊക്കെ എന്താ പറയുക, തന്തരായി തന്നെ പറയും. ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും അങ്ങനെ പിരിവ് നടത്തേണ്ട കാര്യം എന്തുവാ? എല്ലാവരും ഇപ്പം എന്താ പറയുക, പണിയെടുത്ത് കഴിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഇനി ഒരു എന്തുവാ പിരിവ്? എന്തുവാ? അല്ല, എന്തിനാണ് പിരിക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എല്ലാത്തിനകത്തും ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ അറിയാതെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ തെണ്ടിത്തരമാണ്. അതിനെപ്പറ്റി നമുക്ക് എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ, അവർ എനിക്ക് തോന്നുന്ന കരീഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരീഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തത്തിലും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്നൊരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരീഷ്മ എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. എൻ്റെ മാനേജറായ കരീഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കശം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള പോകുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. കാരണം കഴിഞ്ഞിടയ്ക്ക് ഒരു കാലഘട്ടം മൊത്തവും തരംഗമായിട്ടിരുന്നതാണ്. യൂട്യൂബിലായാലും ഫുൾ തരംഗമായിരുന്നു. ഫുൾ എയറിലായിരുന്നു. എല്ലാവരും കൂടെ എയറിലാക്കി ഇഷ്ടം പോലെ കാശുണ്ടാക്കി എല്ലാവരും കൂടെ ചേർന്ന്. കഷ്ടം. ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ വന്ന സമയത്തും ഒക്കെ എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. കാരണം മൈൻഡ് അങ്ങനെ ആയിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞ് എല്ലാവരുടെ മൈൻഡ് അതുപോലെ ആയിരുന്നു. പക്ഷേ ഇപ്പം തോന്നുന്നു, ഇപ്പോൾ അത് ചെയ്തത് എന്തായാലും നന്നായെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, തെണ്ടാനൊന്നും പോയില്ലല്ലോ, ആരുടെ മുമ്പ് കൈനീട്ടാനൊന്നും പോയില്ലല്ലോ. ആ ചാനലും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വർക്കുമായിട്ടൊക്കെ പോയി മുന്നോട്ട് പോയി പൈസ ഉണ്ടാക്കി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി മുമ്പോട്ട് പോയി. അപ്പം അത് നല്ല കാര്യം തന്നെയാണ്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല.
എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എന്നിട്ട് നമുക്കത് തികയുമെന്ന് അറിയില്ല, ഒക്കെ വരുത്. അപ്പം ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഞാനും ഉണ്ട്. സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ എന്താ പറയുക മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു, ഇത് മാത്രം പറയാമല്ലോ. ബാക്കി ഒരുപാട് പേര് നല്ല ആൾക്കാർ വന്നു, എന്നെ സ്നേഹിക്കുന്നവർ വന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ട് ആ സത്യമാണ് കേട്ടോ. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോകും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേര് പറയണ്ട. ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പം. എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്, രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. എൻ്റെ എല്ലാവരും ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രീതിയിൽ അസുഖങ്ങളൊക്കെ ഭേദമായി നല്ല ഇതായിട്ട് ഉഷാറായിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരട്ടെ. എല്ലാ കാര്യങ്ങളും ചെയ്ത് പഴയതുപോലെ തന്നെ ആൽബങ്ങളും വീഡിയോയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും പ്രാർത്ഥിക്കാം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും.